പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം 9-ാം സങ്കീർത്തനം അതിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുകയില്ല. അല്ലെ, ഇവിടെ പറയുക രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദരിദ്രനെ കുറിച്ചും ഹല്ലേലൂയ സാധുക്കളെ കുറിച്ചും. ആരാണ് മറന്നു പോകാത്തത്? ഹല്ലേലൂയ, ദൈവം മറന്നു പോകത്തില്ല. ഹല്ലേലൂയ, ദരിദ്രനെ ദൈവം മറന്നു പോകത്തില്ല. സാധുക്കളെ പ്രത്യാശ ഭംഗം വരുത്തും. ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുമ്പോ രണ്ട് തലത്തിലാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തത്തില്ല, ദരിദ്രനെ ദൈവം മറന്നു കളയുകയില്ല. ഹല്ലേലൂയ, ഇവിടെ ഈ സങ്കീർത്തനം ഇത് ദാവീദാണ്. ഹല്ലേലൂയ, ദരിദ്രനെ ദൈവം എന്ത് ചെയ്യാൻ മറക്കുകയില്ലെന്ന് 9-ാം സങ്കീർത്തനത്തിൽ ഊന്നി പറയുകയാണ്. ഹല്ലേലൂയ, ദരിദ്രന്മാരെ ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഒന്നുമില്ലാത്തവരെ, ഹല്ലേലൂയ, ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരെ, മറ്റുള്ളവരുടെ കരുണയ്ക്കായി വാഞ്ചിക്കുന്നവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ നന്മകൾ മാത്രം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവരെ, ഹല്ലേലൂയ, നമ്മൾ പറയാറില്ലേ, ഒരു വിധത്തിലും കരകയറാൻ കഴിയാത്തവരെ ദൈവം എന്തെയും മറക്കത്തില്ല. ഹല്ലേലൂയ, ഇവിടെ പറയുകയാണ് ദരിദ്രന്മാരെ ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ, മറ്റുള്ളവരാൽ ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ട്, മറ്റുള്ളവരാൽ തകർക്കപ്പെട്ട്, ഹല്ലേലൂയ, മറ്റുള്ളവരാൽ വേദനപ്പെട്ട് ഒന്നും ഉയരുവാൻ പോലും കഴിയാതെ, ഹല്ലേലൂയ, സമ്പാദിക്കുന്നുണ്ട് ജീവിതത്തിൽ, എന്നാൽ എന്ത് ചെയ്യുക, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഒരു സൈഡിലൂടെ എന്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ എന്ത് ചെയ്യുന്നില്ല, ഉയർച്ച ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുക, കർത്താവേ അവരെ ഓർക്കുന്ന ദൈവം അവരെ എന്ത് ചെയ്തില്ല, മറന്നു കളയത്തില്ല. മറന്നു പോകല്, കർത്താവിന്റെ മറന്നു പോകത്തില്ല. കുഞ്ഞെ, നിന്റെ ജീവനൊക്കെ ഒന്നുമില്ലയോ? ഹല്ലേലൂയ, സാമ്പത്തികമായി ഒന്നുമില്ലയോ? അല്ലെങ്കിൽ നിനക്ക് ജീവിതപരമായി ഒന്നുമില്ല, ആരുമില്ലയോ? ഹല്ലേലൂയ, നിന്നെ സഹായിക്കാൻ ആരുമില്ലയോ? ദൈവം പറയുകയാണ്, നീ ദാരിദ്ര്യത്തിലാണെങ്കിൽ, ഇവിടെ നമുക്ക് സങ്കീർത്തനക്കാരൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ദരിദ്രന്മാരെ ദൈവം ഓർക്കണം. അല്ലെ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുകയാണ്. രണ്ട് തരത്തിലുള്ള ദാരിദ്ര്യത്തെ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന് സാമ്പത്തികമായി നമ്മുടെ ജീവിതത്തിന് ദാരിദ്ര്യങ്ങൾ, എന്നാൽ രണ്ടാമത് ആത്മീയ ദാരിദ്ര്യം. ഹല്ലേലൂയ, ആത്മീയത്തിൽ വളരുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ഉപവസിക്കാൻ കഴിയാതെ, ദൈവരാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ ഹല്ലേലൂയ ആയിരിക്കുന്ന വ്യക്തികളോട് ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് കർത്താവ് ഇത് പറയുന്നത് കേട്ടോ. മനുഷ്യരെ ആശ്രയിക്കുകയും എന്താ പറയുന്നത്, മറ്റുള്ള കാര്യങ്ങളിൽ രാജാക്കന്മാരെ നിയമങ്ങളെ ആശ്രയിക്കുന്നവരല്ല ദൈവം പറയുന്നത്, ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. ദൈവത്തിലേക്ക് മാത്രം മുഖങ്ങളെ ഉയർത്തി, ദൈവത്തിലേക്ക് മാത്രം മനസ്സുയർത്തി, ദൈവത്തിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തി, ദൈവത്തിന് ഒരു സഹായം പ്രാപിക്കുവാൻ കാത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ഞാൻ മറന്നു കളയുകയില്ല. അമ്മ നിന്നെ മറക്കും, അപ്പൻ നിന്നെ മറക്കും. ഹല്ലേലൂയ, നിനക്ക് ഹല്ലേലൂയ എല്ലാം ഉള്ളപ്പോ എല്ലാരും ഉണ്ടാവും, പക്ഷെ എന്നാല് നിന്റെ ഒന്നുമില്ലായ്മകളിൽ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് ഹല്ലേലൂയ കർത്താവ്. ഹല്ലേലൂയ, ഇവിടെ പറയുകയാണ്, ദൈവത്തിനെ ദൈവം മറന്നു കളയത്തില്ല. നമുക്കറിയാം, സങ്കീർത്തനം എഴുതിയത് ഹല്ലേലൂയ ദാവീദാണ്. ദാവീദ് ഹല്ലേലൂയ പറയുകയാണ്, ദരിദ്രന്മാർക്ക് പ്രത്യാശ നൽകുന്ന ദൈവം. നമുക്ക് മനുഷ്യൻ നമ്മളോട് എന്ത് ചെയ്യും, ഞാൻ നിന്നെ മറക്കത്തില്ല, നമുക്കൊരു ആശ്വാസമാണ് അല്ലെ. പക്ഷെ എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ, മറ്റുള്ളവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ദൈവം പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്, ദരിദ്രനായിരിക്കുന്നെങ്കിൽ കുഞ്ഞെ ഞാൻ നിന്നെ മറക്കത്തില്ല. എന്റെ ഓർമ്മയിൽ നീ ഉണ്ട്. ഹല്ലേലൂയ, എനിക്ക് നിനക്ക് വേണ്ടതായ കാര്യങ്ങളെ ഞാൻ എന്ത് ചെയ്യും, നിനക്ക് സമയാസമയങ്ങളെ നടത്തി തരും. ഇവിടെ ദരിദ്രന്മാരോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യം കൊണ്ട് നിങ്ങൾ കടന്നു പോകുമ്പോഴും
ദൈവം നിങ്ങളെ വിടുവിക്കുവാനും നിങ്ങളുടെ ദാരിദ്ര്യങ്ങളെ മാറ്റുവാനും നിങ്ങളുടെ ഹല്ലേലൂയ പുറമേയുള്ള ദാരിദ്ര്യത്തെയും ആത്മീയ ദാരിദ്ര്യത്തെയും മാറ്റുവാനും യേശു ശക്തനായ ദൈവമാണ് എന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ഈ വചനത്തിലൂടെ ഊന്നി പറയുകയാണ്. ഹല്ലേലൂയ ഏകത്വത്തില് ഏകനായിരിക്കുന്ന ദൈവം ഹല്ലേലൂയ നമ്മുടെ ദൈവം നീതിയുടെയും മറ്റുള്ളവരോടുള്ള ദയവിലും ഹല്ലേലൂയ ആ ദൈവത്തിന്റെ അനുകമ്പയിലും ഹല്ലേലൂയ സ്നേഹത്തിലും വിശ്വസ്തതകളിലും ദൈവം എന്തുവാ വിശ്വസ്തനാണ്. ഹല്ലേലൂയ 18 വാക്ക് നാം നോക്കുമ്പോൾ ദൈവം ഉറപ്പ് നൽകുകയാണ്. മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ മാറിപ്പോകും, പക്ഷെ എന്നാൽ ദൈവം ഉറപ്പ് നൽകുകയാണ്, ഞാൻ ഒരു നാളും മറന്നു കളയുകയില്ല, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ഹല്ലേലൂയ. ബലമില്ലാത്തവരോട് ഹല്ലേലൂയ ആരും സഹായിക്കാനില്ലാത്തവരാണ് ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ എന്ത് ചെയ്യുക മറന്നു കളയത്തില്ല. നമുക്കറിയാം ഈ സങ്കീർത്തനം ഹല്ലേലൂയ ദാവീദ് ഈ രാജാവായിരുന്ന സമയത്താണ് ഈ നൈൽ രാജ്യങ്ങളൊക്കെ യുദ്ധങ്ങളൊക്കെ കടന്നു വരുന്നത്. ആ സമയത്ത് ദാവീദ് അനവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോഴെല്ലാം ദാവീദിന്റെ അനുഭവ ജീവിതത്തിന്റെ ആദ്യം തൊട്ടുള്ള അവന്റെ മരണം വരെയുള്ള സമയമുള്ള അനുഭവങ്ങളാണ് ദാവീദ് സങ്കീർത്തനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ദാവീദ് നേരെ ഫിലിസ്തീനും മോവാബിലും ഒക്കെ യുദ്ധത്തിന് വന്നപ്പോൾ ഹല്ലേലൂയ യുദ്ധം ജയിച്ച ശേഷം ഹല്ലേലൂയ ദാവീദ് അവർക്ക് എഴുതുകയാണ്. ഹല്ലേലൂയ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. അതെ ഹല്ലേലൂയ ദാവീദ് സാധുവാണ്. എന്താണ് സാധു എന്ന് പറഞ്ഞാല് പാവപ്പെട്ട എന്നാണ് അതിനർത്ഥം. ആരും ആശ്രയിക്കാൻ ഉപേക്ഷിച്ച് മനുഷ്യർ ഉപേക്ഷിച്ച് കളഞ്ഞവനെയാണ് ദൈവം എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ദൈവത്തിന്റെ വിടുതലിനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവന്മാരെ മറന്നു കളയാത്ത ദൈവം ഹലാലിച്ചു നോക്കുക. ഒരു ദരിദ്രനെ മനുഷ്യൻ എന്ത് ചെയ്യും? നമ്മുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും വീടുകളില്ല ഹല്ലേലൂയ പണമില്ലാത്തവരാണെങ്കിൽ അല്ലേ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നമ്മൾ നന്നായി ജീവിക്കുക. അവരെന്ത് ചെയ്യും? നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മളെന്ത് ഉപേക്ഷിച്ച് കളയും. എന്നാൽ കർത്താവ് പറയാം അവർ നിന്നെ ഉപേക്ഷിക്കും, സത്യമാണ്, പക്ഷെ എന്നാൽ ഞാൻ നിന്നെ മറന്ന് കളയത്തില്ല. ഹല്ലേലൂയ. എന്ത് ചെയ്യാ? ഞാൻ നിന്നെ ഓർക്കും, ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. നിന്റെ കണ്ണുനീർ ഞാൻ എന്റെ തുരുത്തിലാക്കി വെച്ച് നിനക്ക് ഞാൻ എന്ത് ചെയ്യും? മറന്നു പോകാതെ പ്രതിഫലം നൽകും. ഹല്ലേലൂയ. സാധുക്കളുടെ പ്രത്യാശ. ഹല്ലേലൂയ. ആരും സഹായിക്കാമില്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും? അവരിങ്ങനെ പ്രത്യാശയോടെ ഇരിക്കും. ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേഴാമ്പൽ മഴയ്ക്കായി കാത്തിരിക്കുന്ന പോലെ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തെ മാത്രം നോക്കി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സാധുക്കളെ മറ്റുള്ളവർ സഹായിപ്പാനില്ലാത്തവരോട് ദൈവം പറയുക, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് നീ പ്രത്യാശിക്കുന്നില്ലേ? ഞാൻ പ്രവർത്തിക്കും എന്ന് ഞാൻ ദൈവമാണ്, എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? നീ പ്രത്യാശിക്കുന്നില്ലേ? എന്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകുമെന്ന് നീ പ്രത്യാശിക്കുന്നില്ലേ? അതെ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അതെ, നീ വിശ്വസിക്കുന്നത് നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും? നടക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഈ സങ്കീർത്തനത്തെ നോക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യുന്ന സമയം ദരിദ്രന്മാരും വിധവകളും അനാഥനും ഒക്കെ ഉണ്ട് അല്ലേ ആ ദേശത്ത്. പക്ഷെ അവരൊക്കെയും ഹല്ലേലൂയ അവരെ ഒക്കെയും പരിപാലിക്കുന്ന ആ ദൈവത്തിന്റെ മഹത്വകരമായിരിക്കുന്ന പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സാധുക്കളുടെ പ്രത്യാശ ഭംഗം വരുത്തത്തില്ല. പിന്നെ നിന്നെ ആരും സഹായിക്കാനില്ലെങ്കിലും ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി എന്ത് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് നാമൻ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ ഹല്ലേലൂയ ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരും ആശ്രയമില്ലാത്ത ദാവീദ് തന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി കടന്നു പോയപ്പോഴും വേദനകൾ, തകർന്നു പോകുന്ന അനുഭവങ്ങൾ, ഒറ്റക്കൊടുത്ത അനുഭവങ്ങൾ, തന്നെ കൊല്ലുവാൻ ശത്രുവായവൻ എഴുന്നേറ്റപ്പോ ഹല്ലേലൂയ അതും സ്വന്തത്തിലുള്ളത് എഴുന്നേറ്റു. ഹല്ലേലൂയ
ആമേൻ ഹല്ലേലൂയ ശത്രു രാജ്യങ്ങൾ എഴുന്നേറ്റപ്പോഴും അവിടെ എല്ലാം ദാവീദ് ദൈവത്തിൽ ആശ്രയം ചെയ്തു. ഹല്ലേലൂയ രാജാവായ ദാവീദ്. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ സമയം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവത്തെ സ്തുതിക്കുന്നതിന് സമയം കണ്ടെത്തി. അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത മനുഷ്യനെ ദൈവം മാനിക്കാതിരിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന് ഒന്നാം സ്ഥാനമായിരിക്കണം. അമ്മയെ ദൈവം ദാവീദ് നമുക്ക് നോക്കുമ്പോ നിരന്തരമായ വെല്ലുവിളികൾ ഹല്ലേലൂയ ശത്രുക്കൾ മുമ്പിൽ ഹല്ലേലൂയ തുടർ ദൈവം എന്നാല് അതിന് നടുവിലെല്ലാം ദൈവം ദാവീദിനെ സൂക്ഷിച്ചു. ഹല്ലേലൂയ ദൈവത്തിന്റെ സംരക്ഷണവും ഹല്ലേലൂയ വിടുതലും ദൈവം ദാവീദിനെ അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ ആമീൻ കുഞ്ഞെ ദൈവന്റെ ആമീൻ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുക, എല്ലാ സമയത്തും കർത്താവിന് മാറ്റമില്ല കേട്ടോ. ദൈവം മനുഷ്യനെ പോലും വാക്ക് മാറും ദൈവമല്ല. ദൈവം എന്ത് ചെയ്യും? നിന്റെ പ്രത്യാശ കുഞ്ഞെ നീ ദൈവനായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആമീ ഹല്ലേലൂയ മറ്റുള്ളവർ ആശ്രയമില്ലാതെ ആമീ ഹല്ലേലൂയ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആമീ ഹല്ലേലൂയ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. ആമീൻ ഹല്ലേലൂയ എന്ത് ചെയ്യും? സാധുക്കളുടെ പ്രത്യാശ. ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുകയാണ് ഹല്ലേലൂയ. ഒന്ന് സാധുക്കളും ഒന്ന് ദൈവരും. ആമീ കർത്താവ് പറയുകയാണ് ഇവർ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. എന്ത് ചെയ്യാ? ആമീ ഞാൻ നിന്നെ മറക്കത്തില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തത്തില്ല. അല്ലെങ്കിൽ എന്നെ പകൽക്കാലം യോജന കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും വേദനകളും ഭാരങ്ങളും അതിന് സഹായിക്കാനില്ലല്ലോ, ഞാൻ ഇങ്ങനെ പുറത്തു വരും, എനിക്ക് എങ്ങനെ പുറത്തു വരാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചിട്ട് വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ കുടുംബത്തെ ഓർത്ത് തലമുറകളെ ഓർത്ത് ഹല്ലേലൂയ ആ കുടുംബജീവിതത്തെ ഓർത്ത് ഹല്ലേലൂയ വേദനപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് തിരുവചനത്തിലൂടെ പറയുകയാണ് സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തത്തില്ല. ആമീൻ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ എപ്പോഴാണ് എന്റെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുക എന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം പറയുകയാണ് നിന്റെ പ്രത്യാശയ്ക്ക് ആമീൻ ഭംഗം വരുത്തും. നിന്നെ ഒരു നാളും ദൈവം നീ മറന്നു കളയത്തില്ല. ആമീൻ യേശുവിൽ ഹല്ലേലൂയ വിശ്വസിക്കുകയും ദൈവത്തിന് ആശ്രയമായിരിക്കുന്ന ആ ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങളെ കാണും. ആമീൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ആമേൻ.